ഓം ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ എൻ്റെ മസ്തകമധ്യത്തിൽ ഒരു സൂക്ഷ്മ ജ്യോതിയെ അനുഭവം ചെയ്യുന്നു. ഇതെൻ്റെ സത്യസ്വരൂപമാണ്. ഞാൻ ദിവ്യപ്രകാശവാൻ ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഈ ദേഹം എൻ്റെ വസ്ത്രമാണ്. ഞാൻ ദേഹിയാണ്. ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹത്തിൻ്റെ അധികാരിയായി ഞാൻ ദേഹി ഈ ദേഹമാകുന്ന വേഷഭൂഷാദികൾ ധാരണ ചെയ്ത് എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. എൻ്റെ അവിനാശി സത്യസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എനിക്ക് ദേഹാഭിമാനമില്ല. ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാണ്. ഞാനൊരു ജ്യോതിബിന്ദു ആത്മാവാണ്. എൻ്റെ സ്വരൂപം ശാന്തിയാണ്, പവിത്രമാണ്, പ്രേമസ്വരൂപമാണ്. ആത്മിക സ്ഥിതിയിൽ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ഞാൻ വേറിട്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് പരമധാമത്തിലേക്ക് പറന്നുയരുകയാണ്. അത് ശാന്തിയുടെ ലോകമാണ്. ദിവ്യ ചുവപ്പ് പ്രകാശമാണ്. അസീമ ശാന്തിയും ദിവ്യതയും അവിടെ നിറഞ്ഞു കവിയുന്നു. ഞാൻ എൻ്റെ പരംപിത പരമാത്മാ ശിവബാബ ജ്യോതി സ്വരൂപ ബിന്ദു രൂപത്തിൽ വിരാജമാനായി കാണുന്നു. ഞാൻ ആത്മാ ദേഹി അഭിമാനിയായി പരം പവിത്ര പരം ജ്യോതി ശിവബാബയെ വളരെ സ്നേഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ നയനങ്ങളിൽ ദൃഷ്ടിയിൽ കേവലം ഒരു ബാബ. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ മുങ്ങിപ്പോകുന്നു. ബാബയുടെ കിരണങ്ങളിൽ സമാവേശമാകുന്നു. ബാബയിൽ നിന്നും ശക്തി ലഭിക്കുന്നു. പവിത്രതയും ശാന്തിയും എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയുടെ അടുത്ത് എന്താണ് ഉള്ളത്? എനിക്ക് സർവ്വതും കിട്ടി. ഞാനും ബാബയും രണ്ടുപേരും ഒരുപോലെ ബിന്ദു രൂപം, ജ്യോതി സ്വരൂപം, സദാദേഹി, ഗുണങ്ങളാലും ശക്തികളാലും ഭർപൂറാണ്. ബാബയുടെ കൂടെ ഇരുന്ന്
എൻ്റെ എല്ലാ പഴയ സ്മൃതികളും ഇല്ലാതാകുന്നു. പുതിയ ദിവ്യ സ്മൃതികൾ ഉണർന്നു വരുന്നു. ഈ സ്മൃതിയിൽ ഞാൻ തിരിച്ച് ദേഹത്തിലേക്ക് വരുന്നു. ഇപ്പോഴും ഞാൻ ദേഹി അഭിമാനിയാണ്. എൻ്റെ ബുദ്ധി ബാബയുടെ ഓർമ്മയിലാണ്. ഞാൻ സർവശക്തിവാൻ സദാദേഹി ശിവബാബയുടെ സന്താനമാണ്. ബാബയുടെ ഓർമ്മയിൽ ചെയ്യുന്ന ഓരോ കർമ്മവും ദിവ്യമായി കൊണ്ടിരിക്കുന്നു. സങ്കൽപ്പത്തിലും വചനത്തിലും കർമ്മത്തിലും ബാബ തന്നെയായിരിക്കുന്നു. ദേഹി അഭിമാനിയായി ഞാൻ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ അവിനാശി പാർട്ടടങ്ങിയിട്ടുണ്ട്. ചെറിയ ആത്മാവ് മുഴുവൻ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നു. സദാ അശരീരി ശിവബാബ എന്നെ ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കുന്നു. ഞാൻ വണ്ടർഫുൾ ആത്മാവാണ്. ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ ശിവബാബ പഠിപ്പിക്കുന്നു. ബാബ വന്ന് ആത്മാവിനെ പഠിപ്പിച്ച് പുഷ്പമാക്കുന്നു. ബാബ സദാ പവിത്രതയുടെ സാഗരമാണ്. ഞാൻ ഈ ശരീരത്തിലൂടെ അച്ഛൻ്റെ മഹിമ പാടുന്നു. ബാബ വളരെ മധുരമായ അച്ഛനാണ്. സുഖം നൽകുന്നവനാണ്. അവിനാശിയായ അച്ഛൻ അവിനാശി മതം നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ, എൻ്റെ മതമനുസരിച്ച് നടക്കൂ. ഈ ശ്രീമതം അവിനാശിയാണ്. പവിത്രമായ ആത്മാവിൽ മഹിമയുണ്ടാകുന്നു. ആത്മാവ് മധുരമായി മാറുന്നു. എല്ലാവർക്കും സുഖം നൽകുന്നു. യാതൊരു അകർത്തവ്യ കാര്യവും ചെയ്യുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞാൽ പിന്നെയുള്ളത് 5 തത്വങ്ങളാണ്. ഈ സമയം നഷ്ടോമോഹയായി മാറണം. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ഇത് ബാബയുടേതു തന്നെ ജോലിയാണ്. ബാബയുടെ ഓർമ്മയില്ലാതെ ഏതെങ്കിലും കർമ്മം ചെയ്താൽ അത് പാപമായി മാറുന്നു. ഭഗവാന്റെ മടിത്തട്ട് ഒരു തവണ മാത്രം ലഭിക്കുന്നു. സ്വയം ഞാൻ ഒരു ബാബയുടേതായിരിക്കുന്നു. ഭാവിയിൽ പവിത്രമായ ദേവതയുടെ മടിത്തട്ടിലെത്തും. ഞാൻ ഈ സംഗമയുഗത്തിൽ വജ്ര സമാനമായി മാറുന്നു. 5 വികാരങ്ങളാകുന്ന ഉപ്പുരസം എന്നിൽ നിന്നും വേറിടുന്നു. ഞാൻ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. ഞാൻ ധനികനായിരുന്നു, ഇപ്പോൾ വീണ്ടും ആവുകയാണ്. ബാബ നൽകിയ ശ്രീമതമനുസരിച്ച് നടക്കുന്നു.
നിയമം, വിധി ഇവ തെറ്റിക്കാതെ നോക്കുന്നു. ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠമായി മാറുന്നു. ഞാൻ കക്കകൾക്കു പിന്നാലെ അലയുന്നില്ല. പുരുഷാർത്ഥം ചെയ്ത് ജീവിതത്തെ വജ്രസമാനമാക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. നിശ്ചയമാകുന്ന കാലുകൾ ഇളകാതെ വെക്കുന്ന സദാ നിശ്ചയ ബുദ്ധി, നിശ്ചിന്ത ആത്മാവായി ഭവിക്കൂ. സദാ ഒരു ബലം, ഒരു വിശ്വാസം. ഈ കാലുകൾ ഇളകാതെ ഇരിക്കുകയാണെങ്കിൽ വിജയം നിശ്ചിതമായിരിക്കും. മായക്ക് ഇളക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും വിശേഷതകൾ നോക്കിക്കൊണ്ടിരിക്കൂ. എങ്കിൽ വിശേഷ ആത്മാവായി മാറുന്നു. ഓം ശാന്തി.